സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ ഗൗരവമുള്ളൊരു ഒരു ഹദീസുണ്ട്. എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കുന്നത് കണ്ണേറ് ബാധിച്ചിട്ടാണെന്നാണ്. സുബ്ഹാനല്ലാഹ്. എന്താ പറയുന്നത്? എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ മരിക്കണത് കണ്ണേറ് ബാധിച്ചിട്ടാണ്. ആ ഹദീസിൻ്റെ ഗൗരവം എത്രയാ? അപ്പോൾ ചിലർ ചോദിക്കും, അപ്പോൾ അള്ളാഹുവിന് ഇതിൽ റോളൊന്നുമില്ലേ? പൊന്നുമക്കളെ, അള്ളാഹു ആണ് ഇതൊക്കെ സംവിധാനിച്ചേക്കുന്നത്. അതല്ലേ എൻ്റെ രസം. സിഹറാകട്ടെ കണ്ണേറാകട്ടെ ഇതൊക്കെ ഫലിക്കണമെങ്കിൽ ആരുദ്ദേശിക്കണം? അള്ളാഹിനെ ഉദ്ദേശിക്കണം. അള്ളാഹ് ഇത് ഫലിക്കാനും ഫലിച്ചാൽ മാറാനും ഫലിക്കാതിരിക്കാനും അത് തടയാനും ഒക്കെ സംവിധാനം ഒരുക്കി വെച്ചിട്ടുണ്ട്. എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ നിങ്ങൾ ഡെയിലി ചെയ്യേണ്ട സിമ്പിളായിട്ടൊരു കാര്യം, സുബഹ്സ്കാരം കഴിഞ്ഞിട്ട് മഗ്‌രിബ് കഴിഞ്ഞിട്ട് 2 നേരം എന്ത് ചെയ്യണമെന്നറിയോ? ഒരു ഫാത്തിഹ ഓതുക. ഒരുപാടൊന്നും വേണ്ട, ഒരൊറ്റ ഫാത്തിഹ. അതുപോലെ തന്നെ ഒരൊറ്റ ആയത്തുൽ കുർസി. അതുപോലെ തന്നെ മറ്റൊരു കാര്യം പറയാനുള്ളത്, അത് എപ്പോൾ മനസ്സിലായി, ഒരു ഫാത്തിഹയും ഒരു ആയത്തുൽ കുർസിയും മഗ്‌രിബിന്റെ ശേഷം ഇശാന്റെ ശേഷം ഓതുക. അതൊരു വിറുദ് പോലെ ഡെയിലി അതിങ്ങനെ പതിവാക്കാം. അപ്പോൾ നമുക്ക് അതൊരു വിറുദ്ധായി കയ്യിൽ പിടിക്കുമ്പോൾ ഭയങ്കര പ്രതിഫല. പതിവാക്കുന്ന ഇബാദത്താണ് അള്ളാഹ്ക്ക് ഏറെ ഇഷ്ടമെന്ന് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. ഇനി മൂന്നാമത്തെ കാര്യം എന്ന് വെച്ചാൽ ഡെയിലി നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം, ഒരു 3 തവണ ഖുൽ ഹുവല്ലാഹു അഹദ്, 3 തവണ ഖുൽ അഊദു ബിറബ്ബിൽ ഫലഖ്, 3 തവണ ഖുൽ അഊദു ബിറബ്ബിൻ നാസ്. അല്ലേ? ഇത് 3 തവണ നിങ്ങൾ ചൊല്ലിക്കോ, ഒരു പ്രയാസവും നിങ്ങൾക്ക് ഉണ്ടാവില്ല എന്ന് അള്ളാഹുവിൻ്റെ സ്വാലിഹ്യങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസുകൾ വെച്ച് പഠിപ്പിക്കാൻ. മൂന്നാമത്തേത്, ഡെയിലി 3 വട്ടം ചൊല്ലേണ്ട ഒരു ദിക്റാണ്. ഒരു പ്രയാസം അന്ന് ഫലിക്കൂല. ബിസ്മില്ലാഹില്ലദീ ലാ യദുറു മഅ ഇസ്മിഹി ശൈഉൻ ഫിൽ അർളി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം. അല്ലേ? അള്ളാഹിൻ്റെ നാമം കൊണ്ട് എല്ലാ പ്രശ്നങ്ങളിൽ നിന്നും കാവൽ തേടാൻ. അല്ലേ? ആ നാമം കൂടി പടച്ചോൻ കൂടെ ഉണ്ടെങ്കിൽ എല്ലാ ബുദ്ധിമുട്ടുകളിൽ നിന്നും നമുക്ക് കാവൽ ലഭിക്കും. അതൊരു ഉറച്ച ബോധ്യത്തിൽ ചൊല്ലാം. അതുപോലെ തന്നെ മറ്റൊരു ദിക്ർ, ഇതൊക്കെ ഒന്ന് പഠിച്ചു വെച്ചോട്ടെ. ഇതൊക്കെ ചൊല്ലാൻ നിന്ന് 5 മിനിറ്റ് പോലും വേണ്ട, അത്ര ചെറിയ ദിക്റുകളാണ്. അഊദു ബികലിമാത്തില്ലാഹി തമ്മാത്തി മിൻ ശർരി മാ ഖലഖ്. പടച്ചോൻ പടച്ച എല്ലാത്തിൻ്റെയും ഉപദ്രവത്തിൽ നിന്ന് അവൻ്റെ നാമങ്ങൾ കൊണ്ട്, അവൻ്റെ കെലിമത്തുകൾ കൊണ്ട്, അവൻ്റെ വചനങ്ങൾ കൊണ്ട് ഞാൻ കാവൽ തേടുന്നു എന്ന മനോഹരമായ പ്രാർത്ഥന ഡെയിലി 3 തവണ രാവിലെ തന്നെ ചൊല്ലിക്കോ. കാവൽ നമ്മുടെ കുട്ടികൾക്കൊക്കെ പഠിപ്പിച്ചു കൊടുക്കാം.